മർക്കോസ് 14:25-26. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം. ഇതാണ് സാധനം. ഇത് പരിശുദ്ധാത്മാവ് ഇപ്പം പറഞ്ഞതാണ്. എന്തിനാണ് ഈ സ്തോത്രഗീതം ആലപിച്ചിരിക്കുന്നത്? ഇപ്പം ഉപവസിക്കുകയാണ്. ഇനി എന്താണ്? ഇനി ഭക്ഷണം കഴിക്കും. എന്താണ്? ദൈവരാജ്യത്തിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ കുരിശിലെ കാര്യമാണ് പറയണത്. കുരിശിനെ കുറിച്ചാണ് ഈ സ്തോത്രഗീതം ആലപിക്കുന്നത്. കുരിശിലാണ് എൻ്റെ ഈശോ, നിൻ്റെ ഈശോ ഈ ദൈവരാജ്യത്തെ എൻ്റെ പിതാവിൻ്റെ നിറവേറ്റുന്ന ആ ദൈവരാജ്യത്തിൻ്റെ ഭക്ഷസദ്യ ഉണ്ണണത്, പിതാവിൻ്റെ മനസ്സ് നിറവേറ്റുന്നത്. ഇത് സംഭവിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഗെത്സെമനിൽ അത് പറയുന്നുണ്ട്. ഈ ദൈവരാജ്യം സംഭവിക്കുന്നതിനെ ഓർത്തിട്ടാണ് നേരത്തെ സ്തോത്രഗീതം ആലപിക്കുന്നത്. എന്നിട്ട് അടുത്തത് പിന്നെ മുട്ടുകുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17:4 അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്. കേട്ടെ, നോക്കിയേ, എന്താണ്? അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ലാസ്റ്റ് മുട്ടുകുത്തുകണേ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയായിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഇനി ഇതിൻ്റെ കൂടെയാണ് നിങ്ങൾ പഴയത് വായിക്കേണ്ടത്. ഏതാണെന്നറിയാമോ? ആ 4:34. ഈ 17 യോഹന്നാൻ 17:4 കൂടെയാണ് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതതിൻ്റെ പൂക്കളാണ്. ഇതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെമ്മും വേരും കിടക്കണം എവിടെയാണെന്ന് അറിയാമോ? 4:34 യോഹന്നാൻ്റെ. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയാണ്. അവൻ്റെ ജോലി പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണം. ഈ ഭക്ഷണം കഴിക്കാൻ കുരിശിലേക്ക് കയറുന്നതിന് മുമ്പ് കുരിശാണ് ശരി അവരൊരു ഭക്ഷണമേശയായിട്ട് വരണത്. അവിടെ കയറുമ്പോൾ ഗെത്സെമനി മുട്ടുകുത്തിയിട്ട് പറഞ്ഞത് എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്താണ്? അങ്ങേൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. ഇതാണ് തിരുമനസ്, പിതാവിൻ്റെ തിരുമനസ്. ഇതാണ് ദൈവരാജ്യ ഈശോയുടെ ദൈവതിരുമനസ്, കർത്താവിൻ്റെ തിരുമനസ്, പിതാവിൻ്റെ തിരുമനസ്. ഇതാണ് കർത്താവിന് അന്നു ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. അതാണ് ലീഡസ് നോട്ട് ടു ടേംസ്റ്റ് ഡെലിവറസ് ഫ്രം ഈവിൾ. ആമേൻ. ഇപ്പോൾ ഈവിൾ കാണുന്നുണ്ട് ആൾ. ഗെത്സെമനി വരാൻ പോകുന്ന ഈവിളിനെ കാണുന്നുണ്ട്. ആ തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാച് വീണ്ടും വരുന്നുണ്ട് ഗെത്സെമനിയിൽ. അതാണ് ഈവിൾ എന്നും പറഞ്ഞ് പറയണത്. ലീഡസ് നോട്ട് ടു ടെംപ്റ്റേഷൻ, ഡെലിവറസ് ഫ്രം ദി ഈവിൾ. കണ്ടാ, അന്ന് കർത്താവ് പരസ്യജീവിതം തുടങ്ങിയ കാലത്ത് കർത്താവ് ആട്ടിപ്പുറത്താക്കിയ ആ പിശാച് വീണ്ടും വരണമെന്ന് ഗെത്സെമനിയിൽ. അത് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇഴന്നുറിഞ്ഞ് ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പിതാവ് കുരിശിൻ്റെ നടക്കുന്ന കുരിശ് പൂത്ത് നിൽക്കണ പോലെ കുരിശ് വിജയം വരിക്കണമാണ്. അവൻ രാജാവായിട്ട് തന്നെ കുരിശെ കിടക്കും. പ്രലോഭനങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെ അവൻ കിടക്കും. ഒരു നോൻപും ഒരു ദുഃഖവെള്ളിയും ഒരു വലിയ വേഴവും ഒരു ദുഃഖശനിയും ഒരു ഉത്ഥാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തനി പകർപ്പുകളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണത്. അഥവാ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ ഗെത്സെമനികളും കർത്താവിൻ്റെ കുരിശാരോഹണവും കർത്താവിൻ്റെ തിരുമരണവും എല്ലാം പ്രഖ്യാപിക്കുന്നു. ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട്, മരണം പ്രഖ്യാപിച്ചുകൊണ്ട്, വരവ് കാത്തിരുന്നുകൊണ്ട് നമുക്ക് മുന്നേറാം.